ഹലോ ഗായ്സ്, അപ്പോൾ ലിച്ചുകുട്ടി റെഡിയായി സ്കൂളിൽ പോകാൻ. ചേട്ടൻ എന്താ വണ്ടി ഓടിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ന് ലിച്ചുകുട്ടിയുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ഗായ്സ്. അവളുടെ ജീവിതത്തിൽ മറ്റൊരു ജേണി ഇവിടെ ആരംഭിക്കുകയാണ്. അവൾ ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ ത്രില്ലിലും എക്സൈറ്റ്മെൻറ്റിലുമാണ്. എങ്ങനെയാവോ എന്തോ, കരയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ കവാടം ശരിക്കും ഒരു സ്വർഗ്ഗലോകമാണ് ഗായ്സ്. എൻ്റെ വിദ്യാലയമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ ഈ ഒരു വിദ്യാലയത്തിലാണ് പഠിച്ചത്. അവിടെ തന്നെ എൻ്റെ മകളെയും എനിക്ക് കൊണ്ടു ചേർക്കാൻ പറ്റുക എന്ന് പറയില്ലേ, അത് ഞാൻ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഗായ്സ്. അക്ഷരത്തിൻ്റെയും വർണ്ണങ്ങളുടെയും മറ്റൊരു ലോകം തന്നെയാണിത്. ജീവിതത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരിടം കാണില്ലേ, എനിക്ക് പ്രിയപ്പെട്ടത് ഈ ഒരു വിദ്യാലയമാണ്. അറിവിൻ്റെ മറ്റൊരു ലോകത്തേക്ക് ഞങ്ങൾ അവളെ എത്തിച്ചിരിക്കുന്നു. ഞാൻ പഠിച്ചിരുന്ന അതേ ക്ലാസ്സും പ്ലേ ഗ്രൗണ്ടും ഒക്കെയാണ് ഗായ്സ് ഇത്. ഇവിടെ നിൽക്കുന്ന സിസ്റ്റർ എൻ്റെ അധ്യാപികയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്താ, ഇതേപോലെ കരഞ്ഞു മൂക്കളൊലിപ്പിക്കുന്നൊരു ടീമായിരുന്നു കേട്ടോ ഞാൻ. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ മെയിൻ ഇമ്പോർട്ടൻസ് ഈ മാർച്ച് പാസ്റ്റിനുണ്ട്. പിന്നെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ നേരെ ക്ലാസ് മുറിയിലേക്കാണ് എത്തിയത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ടീച്ചർ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ടായിരുന്നു. ലഞ്ച് ബോക്സിനെ പറ്റിയും ടിഫിൻ ബോക്സിനെ പറ്റിയും കുട്ടികൾ എങ്ങനെ ക്ലാസ്സിൽ വരണം, അങ്ങനെ ഒരുപാട് സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നീട് എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയതാണ്ട് ഞാൻ പഠിച്ച ഡെസ്കിലും ബെഞ്ചിലും എൻ്റെ മോളതായി പെരുന്ന് പഠിക്കുന്നു. അത് കാണാനൊരു കൗതുകമായിരുന്നു. മുട്ടായൊക്കെ പിടിച്ച ആൾ നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നേരെ ചറക്കിൽ കളിക്കാനായിട്ട് പോയി. പടിയൊക്കെ കയറുന്നുണ്ട്, വലിയ ധൈര്യശാലിയെ പോലെ കയറുന്നുണ്ടെങ്കിലും പിന്നെ ഒരു വിധത്തിൽ ചേട്ടൻ പറഞ്ഞ ശേഷമാണ് താഴോട്ട് വന്ന് വിളിച്ചിട്ടുള്ളൂ താഴേക്ക് വന്നത് കേട്ടോ ഗൈസ്. എന്തൊക്കെ ആയാലും ഗായ്സ്, ഞാൻ പഠിച്ച ഈ അക്ഷരമുറ്റത്ത് എൻ്റെ മകളെ എനിക്ക് തിരിച്ചവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അവളുടെ ഉയർച്ചയിൽ ഇത് വളരെ വലിയൊരു ഘടകമായി മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു മിനി വ്ളോഗായിരുന്നു ഇത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്.